ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 282. നമ്മൾ 59ാമത്തെ ഉപനിഷത്തായിട്ട് തൈത്തിരിയോപനിഷത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ബ്രഹ്മാനന്ദവല്ലി, ബ്രഹ്മമാകുന്ന ആനന്ദത്തെപ്പറ്റി ഉള്ള പഠിപ്പ് അല്ലെങ്കിൽ വിവരണം, അല്ലെങ്കിൽ ആ തരത്തിൽ ഇതിനെ കാണുക. ഇതിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 9ലും അതിനെപ്പറ്റിയുള്ള അവസാനമായ ഒരു വിവരണമാണ് നൽകുന്നത്. ഇവിടെ പരമേശ്വരൻ്റെ പരമാനന്ദ സ്വരൂപത്തെ അറിയുന്നത് കൊണ്ടുള്ള ഗുണമാണ് പറയുന്നത്. അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് സയൻസിലൂടെ അറിയുകയല്ല, അല്ലെങ്കിൽ വിജ്ഞാനത്തിലൂടെ അറിയുക മാത്രമല്ല, അതിനെ സാക്ഷാത്കരിക്കുക, അതിനെ ആ ബ്രഹ്മത്തെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗാഠനിദ്രയിലുള്ള എന്താ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക? ഗാഠനിദ്രയിൽ ഭാഷ കൊണ്ട് എങ്ങനെയാണ് അതിനെ വിവരിക്കുക? എന്തെല്ലാമോ പറഞ്ഞു കൂട്ടാം, എന്നാലും അത് പൂർണ്ണമല്ല. ഗാഠനിദ്രയിലുള്ള ആ സുഖം എന്താണ്? ആനന്ദം എന്താണ്? ഒരു പ്രശ്നങ്ങളുമില്ല, ഒന്നും അറിയാതെ കിടക്കുക. പക്ഷെ എന്താണത്? ആ ഒരു ആനന്ദം, അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ നേടുന്നത്. കാരണം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രപഞ്ചമുണ്ടായതിൻ്റെ ശേഷമാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പ്രപഞ്ചം ഉണ്ടാകുന്നതിനെ മുമ്പിൽ എന്താണുള്ളത്? ഒരു പ്രശ്നവുമില്ല. ആ സമയത്തുള്ളായിരുന്ന ആ ശക്തിവിശേഷത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പം അത് ശാന്തമാണ്. പക്ഷെ അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ അതിനെ ശാന്തമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് മറ്റേ രൂപത്തിലാകാനും എല്ലാം കഴിയും. അത് വട്ടപൂജ്യമാണെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവിനും കണക്കില്ല. ചിലപ്പം 0 ആയിട്ട് നിൽക്കും, ഒന്നുമില്ലാതെ മാറ്റി നിൽക്കും. ചിലപ്പോൾ നമ്മളെ സ്വഭാവം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. ചിലപ്പോൾ നമ്മൾ ശാന്തമായിരിക്കും, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ഇതുവരെ നിന്ന വ്യക്തിയാണോ ഇത് എന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ളതാണ് ആ ബ്രഹ്മം. അതപ്പോൾ ആനന്ദമയമാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിനെ കഴിയുമ്പോൾ എല്ലാം ശാന്തം, ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. അതാണ് ആനന്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, നമ്മളെന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ടെൻഷനാണ്. ഉറക്കം ഞെട്ടുന്നത് മുതൽ ടെൻഷനാണ്. ഗാഠനിദ്രയിൽ വലിയ ഒന്നുമില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ചവനാണെങ്കിൽ നല്ല ഗാഠനിദ്രയിൽ അവൻ വളരെ സുഖത്തിലാണ്. ഈ ഞെട്ടുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ ബ്രഹ്മാനന്ദം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അപ്പം അതുകൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നും അതിനെ പ്രാപിക്കാതെ അവിടെ നിന്നും മടങ്ങുമ്പോൾ അതിനെ പ്രാപിക്കുന്ന അവസരത്തിൽ, നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന അവസരത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും അവിടെ വാതിക്കൽ വെച്ച് ഇങ്ങോട്ടേക്ക് പിന്മാറും. നമ്മളാണ് അങ്ങോട്ട് കടക്കുന്നത്. മനസ്സ് കടന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അതെങ്ങനെയല്ല, മനസ്സോടുകൂടിയാണ് അങ്ങോട്ട് കടന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ആ ബ്രഹ്മം എന്ന സാധനം എങ്ങനെയാണ് ഉള്ളത്. ഇന്ദ്രിയങ്ങളാണെങ്കിൽ നമുക്കതിനെ പോയി തൊട്ട് എല്ലാം നോക്കായിരുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം വാതിക്കൽ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ. അപ്പോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സൊന്നും ഇല്ലാതെ കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല. പോയാൽ പിന്നെ തിരിച്ചു വരവുമില്ല. എല്ലാം കളഞ്ഞിട്ടാണ് പോകുന്നത്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയെല്ലാം കളഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതിനെ ഇതുവരെ ആർക്കും ആ അവസ്ഥയെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല, നമുക്ക് പോലും പറ്റില്ല. ഗാഠനിദ്രയിലും മനസ്സുണ്ടായിരുന്നുവെങ്കിൽ, ഞാനെന്നൊരു ചിന്തയുണ്ടായിരുന്നു, ആ ഗാഠനിദ്രയിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഗാഠനിദ്രയിൽ മനസ്സുമില്ല, എല്ലാം റെസ്റ്റിലാണ്. അപ്പം പിന്നെ അതിനെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം അതേപോലെയുള്ള ഒരവസ്ഥയാണത്. മരിച്ചു കഴിഞ്ഞാലും
എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മളെ ശരീരമെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിനെ ഇന്ദ്രിയങ്ങളെയെല്ലാം അവിടെ കളഞ്ഞിട്ടാണ് അകത്തേക്ക് കടക്കുന്നത്. കാരണം ബ്രഹ്മാനന്ദത്തെ ആ ആനന്ദത്തെ അറിയുവാനുള്ള ശക്തി മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഇല്ല. കാരണം മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കൊന്നും അതിനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതങ്ങോട്ട് കടക്കുന്നില്ല, അത് പിന്മാറുന്നു. അങ്ങനെ ബ്രഹ്മാനന്ദത്തെ പ്രാപിച്ച മഹാപുരുഷൻ പിന്നെ ആരെയും ഭയപ്പെടില്ല. അങ്ങനെ ബ്രഹ്മാനന്ദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല അവന്. എന്തുകൊണ്ടാണ് ബ്രഹ്മത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഭയക്കാണ്ടാത്തത്? ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഈ ലോകത്തിൽ ആ ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മത്തിന് ഒരു ലിമിറ്റും ഇല്ല. അത് ചെറുതിൽ ചെറുതും വലുതിൽ വലുതുമായ എന്തോ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത് ഞാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെയാണ് എല്ലാം ഉള്ളത്. പിന്നെ ആരെ ഭയക്കാനാണ്? ആ അവസ്ഥ എത്തുമ്പോൾ നമുക്ക് പിന്നെ ഭയം ഇല്ലാതാക്കും. അവനൊപ്പോഴും നിർഭയനായിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ ഇന്ദ്രിയങ്ങളെല്ലാം കളഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ അവനൊരു പ്രതിമ കിടക്കെ അവൻ്റെ ശരീരം അവിടെ കിടക്കും. ഇപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ശരീരം അവിടെ കിടക്കും. അവിടെ കിടന്നിട്ട് ഇരുമ്പ് ദ്രവിച്ചു പോകുന്ന പോലെ ശരീരം അങ്ങ് ദ്രവിച്ചു പോകും. അല്ലാതെ പിന്നെ വന്നിട്ട് ഞാൻ ബ്രഹ്മസാക്ഷാത്കാരമാണ്, ബ്രഹ്മശ്രീയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പ്രഭാഷണത്തിലൊന്നും ഇങ്ങോട്ട് വരില്ല. അല്ലാതെ പേരിൻ്റെ മുമ്പിൽ ബ്രഹ്മശ്രീ നല്ല എഴുതി വെക്കുന്നതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. എന്തു എഴുതി വെക്കാം. പക്ഷെ ബ്രഹ്മശ്രീ എന്ന് പറഞ്ഞ ബ്രഹ്മത്തെ മനസ്സിലാക്കിയവന് പിന്നെ അവൻ ബ്രഹ്മമായി മാറിക്കഴിഞ്ഞു. പിന്നെ ഈ ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് നമ്മൾ വാക്കുകളിൽ ഇങ്ങനെ ആൾക്കാരെല്ലാം പലതും പറയുന്നുണ്ടെങ്കിലും അവരൊന്നും ബ്രഹ്മത്തിൻ്റെ പൊടി പോലും മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അവരുള്ളത്. അവർ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്തെങ്കിലും കുറച്ച് ഭാഷയെല്ലാം പഠിച്ചു വാചടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഏതു പറഞ്ഞ് നടക്കാം. പക്ഷെ ഇതിൽ അതൊന്നുമില്ല. അവൻ പിന്നെ തിരിച്ചു വരുന്ന പരിപാടിയില്ല. അവൻ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും കളഞ്ഞിട്ടാണ് പോകുന്നത്. അതാണ് ആത്മീയതയുടെ അവസാന സ്റ്റേജ്. ജ്ഞാനികളായ അവർക്ക്, അവർ ജ്ഞാനം നേടുന്നവർക്ക് യാതൊരു വിധമായ ശോകങ്ങളും ഉണ്ടാകില്ല. അവർക്ക് പിന്നെ ദുഃഖങ്ങളൊന്നുമില്ല. കാരണം എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മം ഓരോരിക്കും ഓരോ രൂപത്തിൽ വരുന്നു. ഒരിക്കൽ നമ്മളെ ബന്ധുവായിട്ട് വന്നിട്ടുണ്ടാവും. അടുത്ത നിമിഷത്തിൽ ആ ബന്ധുവായിട്ട് വരുന്നതെന്ന് അങ്ങ് പിന്മാറും. അപ്പോൾ അവൻ മരിക്കും, ബന്ധു മരിക്കും. മരിക്കുകയോ മരിക്കുക നമുക്കെന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനം തികഞ്ഞവനാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഈ രൂപത്തിൽ വന്നത്. ഇപ്പം ആ രൂപം എടുത്ത് കളഞ്ഞു. നമ്മളൊരു ഉടുപ്പെടുത്തിട്ടിട്ട് ഒരു കഥാപാത്രമായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ. അത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ഞാനും ബ്രഹ്മം അതും ബ്രഹ്മം, അതതിൻ്റെ ആ രൂപം എടുത്ത് മാറ്റിയിട്ട് ബ്രഹ്മമായിട്ട് നിൽക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശോകങ്ങളൊന്നും അവനെ ഏൽക്കില്ല. അപ്പം ആര് മരിക്കുന്നു എന്നൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. ആർക്ക്? ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ. അത് അവൻ ഒരിക്കലും ഞാൻ എന്തുകൊണ്ട് ശ്രേഷ്ഠകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് ഞാൻ നല്ല കാര്യം ചെയ്യാറുണ്ട്, ജീവിതത്തിൽ നല്ല കാര്യം ചെയ്യാം എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് ചിന്ത അവനില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനീ പാപം ചെയ്തത് എന്ന ചിന്തയും അവനില്ല. അതുകൊണ്ടുള്ള ദുഃഖമോ സന്തോഷമോ പാപമോ പുണ്യമോ അവനില്ല. ഇന്ന് ആത്മീയ പ്രഭാഷണങ്ങളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ജീവിക്കണം, നമ്മൾ പുണ്യം ചെയ്യണം, ഇങ്ങനെയെല്ലാം ചെയ്യണം. യഥാർത്ഥത്തിൽ ആത്മീയത, ശരിയായ ഒരു ആത്മീയവാദിക്ക് ഞാൻ എന്തുകൊണ്ട് പുണ്യകർമ്മം ചെയ്തില്ല, അയ്യോ ഞാൻ പുണ്യകർമ്മം ചെയ്യാൻ വിട്ടുപോയതുകൊണ്ട് പോയിട്ട് കുറച്ച് നല്ല കാര്യമെല്ലാം ചെയ്തിട്ട് വരട്ടെ, ഇനിയെങ്കിലും കുറച്ചു കാലം നല്ല കാരണം, അങ്ങനത്തെ ചിന്തയൊന്നും അവനില്ല. അല്ലെങ്കിൽ അയ്യോ ഞാൻ ആ പാപം ചെയ്തു പോയാൽ ഇന്ന പാപം, അങ്ങനത്തെ ചിന്തയൊന്നും അവനില്ല. അവനിൽ എന്തില്ല? പാപവുമില്ല, പുണ്യവുമില്ല.
ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവന് കഴിഞ്ഞ കാര്യത്തിൽ ചെയ്ത പാപത്തെപ്പറ്റിയോ പുണ്യത്തെപ്പറ്റിയോ ഉള്ള ഒരു ചിന്തയും അവനില്ല. പക്ഷെ അതാണ് ആത്മീയതയുടെ സ്റ്റേജ്. ആത്മീയതയിലേക്ക് തിരിയുന്നവർക്ക് പാപവുമില്ല പുണ്യവുമില്ല, ചിന്താഗതിയില്ല. പക്ഷെ നമ്മൾ ആത്മീയ പ്രഭാഷണത്തിൽ എന്താണ് പറയുന്നത്? നമ്മളെ അച്ഛന്മാരെയല്ല എത്ര നല്ലോണം നോക്കിയിരുന്നു, നമ്മളെ മക്കൾ ഇപ്പോൾ ഉണ്ടോ എന്നെല്ലാം ചെയ്യുമ്പോൾ മുമ്പിലിരിക്കുന്ന കളവന്മാർക്കൊരു സന്തോഷം. ആ വേദങ്ങൾ ഇതാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ മക്കളെയെങ്കിലും കൂട്ടിക്കൊണ്ടായിട്ട് അവർക്കെങ്കിലും അവർ വിളിച്ചാലും വരില്ല. എങ്ങനെയെങ്കിലും അവർ കേട്ടുപോയിരുന്നെങ്കിൽ ഈ വാരി ആയിരുന്നെങ്കിൽ എന്നുള്ള എല്ലാവരും ധാരണ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ഭാവനയെ കണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നതും ഇങ്ങനത്തെ എല്ലായിരിക്കും. ഈ മുമ്പിലിരിക്കുന്നവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട് പാപമില്ലാതെ പുണ്യം നമ്മൾ ഇങ്ങനെയായിരിക്കണം ഉപദേശമാണ്. ഈ LKG പിള്ളേർ UKG ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ മോറൽ സയൻസ് പഠിപ്പിക്കൽ. അതുപോലെ വയസ്സന്മാർ പഠിക്കുന്നതിൽ മോറൽ സയൻസ് പഠിപ്പിക്കലാണ് ഇപ്പോഴത്തെ ആത്മീയത എന്ന് പറയുന്നത്. പലവരെ സംബന്ധിച്ചോടെ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊന്നുമല്ല ആത്മീയത. ആത്മീയതയിലേക്ക് പോകുന്നവര് പാപവുമില്ല പുണ്യവുമില്ല. ഞാൻ പാപം ചെയ്തോ അതിനെപ്പറ്റിയൊന്നും അവൻ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നാം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പിന്നെ എന്ത് പാപം എന്ത് പുണ്യം? ഒരു നാടകത്തിൽ നമ്മളെ കൊണ്ട് പോലീസായിട്ട് കഥാകൃത്ത് നമ്മളെ പോലീസായിട്ടുള്ള കഥാപാത്രമാണ് വന്നിരിക്കുന്നത്. നമ്മൾ പോലീസുമാർ നീതിമാനായിട്ട് അങ്ങനെ അഭിനയിക്കും. കള്ളനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, നമ്മൾ കള്ളന്മാരായിട്ട് അഭിനയിക്കും. നമുക്കതുകൊണ്ട് വല്ല ഫീലിംഗ് ഉണ്ടോ? ഒരു ഫീലിംഗും ഇല്ല. പാപം ചെയ്തല്ലോ പുണ്യം ചെയ്തല്ലോ ഒന്നുമില്ല. അതുപോലെ തന്നെ ആ ശക്തി നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ നമ്മളെന്തിനാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം നല്ല കർമ്മം ചെയ്തിട്ടില്ല, അയ്യോ പാപം ചെയ്തു പോയല്ലോ എന്നീ തരത്തിലുള്ള ഒരു ചിന്തയും അവനില്ല. അതിലൂടെ ലോകപ്രാപ്തിക്കുള്ള ആഗ്രഹവും അവനില്ല. നല്ല കർമ്മം ചെയ്യണം എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകണം. യഥാർത്ഥത്തിൽ സ്വർഗമൊന്നുമില്ല എന്ന് തന്നെ വേദം. സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? ഭൂമി, സ്വർഗം, പാതാളം. ഭൂമിക്ക് മുകളിലുള്ളതാണ് സ്വർഗം. നമ്മൾ ഈ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നതാണ്, മുകളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് അത് തിരിച്ചങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു വാക്യമല്ലാതെ മുകളിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ശാസ്ത്രജ്ഞന്മാർ മുകളിൽ നോക്കിയാൽ കാണുന്ന സാധനം തന്നെയാണ് സ്വർഗം. അത്രേ അർത്ഥമുള്ളൂ. എന്നാലും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ അവിടെ ഉണ്ട്. അവിടെ പോയാൽ ഹൂറികളുണ്ട്, മദ്യപ്പുഴയുണ്ട് എന്നെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗം എന്ന വാക്ക് വേദങ്ങളിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഭൂമി, സ്വർഗം, പാതാളം. ഭൂമിക്ക് മുകളിൽ ഉള്ള എല്ലാ ഗോളങ്ങളും കൂടി ആ സ്പേസിനാണ് സ്വർഗം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവ് അവിടെ പോകും. ശരീരം അതിനെ കൊണ്ടുണ്ടാക്കിയതാണ്, മണ്ണ് കൊണ്ടുണ്ട്. അപ്പം മണ്ണിലുള്ളതിനാണ് പാതാളം എന്ന് പറയുന്നത്. ശരീരം മണ്ണിലേക്കും പോകും. അവിടെ പിന്നെ ഉറുമ്പ് ശരീരമാണ് ഞാനെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഉറുമ്പ് കടിക്കുമ്പോൾ എന്നെ ഉറുമ്പ് കടിക്കും. അതെല്ലാം പാതാളത്തിൽ വെച്ച് ചുട്ടുകൊള്ളുന്ന, ചിലപ്പോൾ തീയിൽ കരിഞ്ഞെന്ന് വരും. ആ അർത്ഥത്തിൽ കഥയിൽ അങ്ങ് അടിച്ചു വിട്ടുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സ്വർഗമില്ല പാപമില്ല. പക്ഷേ ഈ ചിന്ത വെച്ചിട്ട് കർമ്മം ചെയ്യേണ്ട ആവശ്യമൊന്നും ആർക്കില്ല. യഥാർത്ഥ സനാതന ധർമ്മം, അതായത് ഈ വേദങ്ങൾ പറയുന്നത് പാപമില്ല പുണ്യമില്ല. കാരണം ഞാൻ ബ്രഹ്മമാണ് ഞാനായി മാറിയത്. എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നതും ആ ബ്രഹ്മമാണ്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന പാപവും പുണ്യമൊന്നുമില്ല, അത് തന്നെയാണ് ജയിപ്പിക്കുന്നത്. ഇതാണ് സനാതന ധർമ്മം പറഞ്ഞു തരുന്ന പാപപുണ്യങ്ങൾ. അതുകൊണ്ട് പാപകർമ്മത്തിൻ്റെ ഫലമായുള്ള നരകം എന്ന ചിന്തയും അവനില്ല. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മം അനുസരിച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവൻ സത്യം മനസ്സിലാക്കുന്നു. നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടുള്ള സ്വർഗമോ നരകമോ ഒന്നും ഇല്ല, യഥാർത്ഥത്തിൽ ഇല്ല. എല്ലാം ആ ശക്തി നമ്മിലൂടെ ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കതിലൊരു പങ്കും ഇല്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്നും ഉണ്ടാകുന്ന ഭയം,
സന്താപാദികളൊന്നും അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ അതിൽ നിന്നുമെല്ലാം എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ ലോഭത്തിൽ നിന്നുണ്ടാകുന്ന ഭയം, സന്താപാദികൾ ഒന്നും അവനെ സ്പർശിക്കില്ല. അവൻ അതിൽ നിന്ന് എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത്. ആ ജ്ഞാനികൾ പാപപുണ്യ കർമ്മങ്ങൾ ജനന മരണത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കി നമ്മുടെ പാപപുണ്യ കർമ്മങ്ങളുടെ ഫലം എന്താണ്? ജനിക്കുകയും മരിക്കുകയും ചെയ്യും. പാപമുണ്ട് പുണ്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഇവിടെ ജനിക്കുകയും പിന്നെയും മരിക്കുകയും ജനിക്കുകയും മരിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ധാരണയായിട്ട് ചിന്തിക്കുന്നവർ ജനിച്ച് മരിച്ച് ഇങ്ങനെ പോകും. പാപമില്ല പുണ്യമില്ല ഒന്നുമില്ല, എല്ലാം ആ ശക്തിയാണ് ജയിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന് ജനന മരണവുമില്ല. ഇതാണ് വ്യത്യാസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യുന്നതിലെല്ലാം ശരിയും തെറ്റുമെല്ലാം തോന്നും, പാപവും പുണ്യമെല്ലാം തോന്നും, ജനിച്ചു മരിച്ചുകൊണ്ടേ ഇങ്ങനെ നടക്കും. ഇതിൽ നിന്ന് വിട്ടു പോകുന്നവന് പാപചിന്തയുമില്ല, പുണ്യചിന്തയുമില്ല, ജനന മരണവുമില്ല. അതാണ് യഥാർത്ഥമായ ജ്ഞാനം. അവൻ ആനന്ദത്തിലേക്ക് പോകുന്നു, ബ്രഹ്മാനന്ദത്തിലേക്ക് പോകുന്നു. പിന്നെ അവൻ്റെ മനസ്സ് ശാന്തമാണ്. ഗാഠനിദ്രയിൽ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥേനെക്കാട്ടിയും ഉന്നതമായ ഒരു നില. അപ്പോഴവൻ ജനന മരണത്തിൽ നിന്നുള്ള കാരണമാകാം എന്ന് മനസ്സിലാക്കി എന്തു ചെയ്യുന്നു? രാഗദോഷങ്ങളോട് കൂടിയ കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. രാഗവും ദേഷ്യവും ഉണ്ടാക്കുന്ന കർമ്മങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കും. ഇത് മനസ്സിലാക്കുന്നവൻ പിന്നെ ഈ ലോകത്തിലെ കർമ്മങ്ങളിലൊന്നും അവന് താല്പര്യമില്ല. കാരണം അവൻ്റെ കർമ്മം തീർന്നു കഴിഞ്ഞു. തീരുമ്പോഴേ അത് സാധിക്കുകയുള്ളൂ. അവനെ ജനിപ്പിക്കുന്നത് കർമ്മം ചെയ്യാനാണ്, അത് ചെയ്തേ പറ്റും. അപ്പം തീരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവുക. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നമുക്ക് ഈ ലോകത്തോട് മടുപ്പ് തോന്നുകയാണെങ്കിൽ, വിരക്തി വരികയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് ഇനി ഈ ജന്മത്തിൽ വലിയ കർമ്മമൊന്നുമില്ല. അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ജന്മത്തിലില്ല. അതുകൊണ്ടാണ് വിരക്തി വരുന്നത്. നമ്മളെ മനസ്സിലൊരു ആഗ്രഹമുണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുക. കർമ്മം ചെയ്യിപ്പിക്കാൻ ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹമില്ലാത്ത ഒരവസ്ഥ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ വിരക്തൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാകുന്നതല്ല, ആ ജോലി തരുന്ന ശക്തിയാണ് തീരുമാനിക്കുന്നത്. ഇവനെനി ജോലിയൊന്നും കൊടുക്കാനില്ല എന്ന് കാണുമ്പോൾ നമ്മൾ വിരക്തി, പിന്നെ ആഗ്രഹം ഉണ്ടാക്കില്ല. അപ്പോൾ വിരക്തി വരും. ആ വിരക്തി വരുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, ഞാൻ എൻ്റെ ഈ ജീവിതത്തിലെ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി അടുത്ത ജന്മത്തിലും ഇല്ല എന്ന് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ വിരക്തി വന്ന് എല്ലാ ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഭ്രാന്തൻ്റെ മാറി ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നടന്നു അടുക്കും. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതാർക്കാണ് വിധിച്ചത്? കർമ്മം തീർന്നവർ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണമെന്ന് തോന്നണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അവനവൻ ചെയ്യേണ്ടത് തീർക്കേണ്ട കർമ്മമെല്ലാം പോയിട്ട് മര്യാദയ്ക്ക് വേഗം ചെയ്ത് തീർക്കുക. തീർന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ ഒരു സ്ഥാപനത്തിലിരിക്കുകയാണ്, ക്ലർക്കിൻ്റെ ജോലിയാണ്, പൊതുജനത്തിൻ്റെ ഫയലുകളിൽ ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. നമ്മളതും വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പൊതുജനം വരും, ഓരോന്ന് പറയും, എൻ്റെ ഫയൽ ആകെ തലക്ക് വട്ടടിച്ചിരിക്കും. നേരെ മറിച്ച് ഉള്ള ഫയലല്ല ഇത് അപ്പം ഒന്ന് നോക്കി ഒരു അരമണിക്കൂർ കൊണ്ട് തീർത്ത് എല്ലാവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ്, ഉറപ്പ് തൂക്കും. കാണുന്നവൻ വിചാരിക്കാമോ ജോലിയൊന്നും ചെയ്യാതെ മടിയനായിട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊരു കൂസലും ഉണ്ടാവില്ല. എന്താണ് നീയുടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു? എല്ലാം തീർത്താ? ആ തീർത്ത്. എന്നാൽ ആ ഫയലും എടുത്ത് ഇത് എടുത്തോ. അപ്പം നോക്കുന്നവർക്ക് ഇവനെ ഈ ലോകത്തിലൊന്നും താല്പര്യമില്ലാത്ത മാതിരി അവൻ അവിടെ പണി ചെയ്യാനൊന്നും വന്നിരിക്കില്ല, വെറുതെ ഇരിക്കുകയാണ്, കണ്ട ഉറങ്ങുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ കർമ്മങ്ങൾ തീർന്നു, അവൻ പിന്നെ ഉറങ്ങിയില്ലാതെ എന്താ ചെയ്യുക? അതുപോലെ ജീവിതത്തിലും നമ്മുടെ കർമ്മങ്ങൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹം ഉണ്ടാക്കില്ല, നമുക്കിങ്ങനെ ഇരിക്കാം.
ഇരിക്കുമ്പം വിരക്തി തോന്നും, മടുപ്പ് തോന്നും, ആഗ്രഹമില്ലാതെ പോകും. വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ. പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് നമ്മൾ അംഗീകരിക്കണം, നമ്മൾ സ്വതന്ത്രനല്ല. നമ്മളായി വന്നതും ഒരു ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് നമ്മളെക്കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കർമ്മം ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ജീവിതം എന്തായി തോന്നും? വളരെ സുഖകരമായിട്ട് തോന്നും. അപ്പോൾ രാഗദോഷാദികളോടുകൂടിയ കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും. പിന്നെ അവൻ പരമാത്മചിന്തയിൽ മുഴുകിക്കൊണ്ട് ആത്മാവിനെ സംരക്ഷിക്കും. പിന്നെ അവനെന്ത് ചെയ്യും? പരമാത്മാവിനെ ചിന്തിച്ചുകൊണ്ട് പിന്നെ അപ്പോഴാണ് അവന് ബ്രഹ്മത്തിൽ ലയിക്കേണ്ട ഒരു ചിന്താഗതി വരും, വിരക്തി വരും. അപ്പോഴാണ് ഇങ്ങനത്തെ പല പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ എന്നാൽ പിന്നെ ആ വഴിക്ക് പോയി കളയാനും വെച്ചിട്ട് പിന്നെ ഉടുതുണി അടക്കം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഒരൊറ്റ പോകാം. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അത് അവരവർക്ക് തോന്നും, അന്നേരം ഇട്ടെറിഞ്ഞു പോകും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ ആത്മീയ പ്രഭാഷണമൊന്നും കേൾക്കാനൊന്നും പോകണ്ട. വളരെ ലളിതമാണ്. വേദം ഉപനിഷത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വിരക്തി ഉണ്ടാവുക, വിരക്തി വരിക, ഈ ജീവിതം ഈ ലോകമായിട്ടുള്ള മടുപ്പ് തോന്നുക, ഈ ലോകം എനിക്ക് വേണ്ട എന്ന ചിന്തയുണ്ടാവും. ഇത്ര മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയാണ് ആത്മീയതയിലേക്കുള്ള കാൽവെപ്പ്. അപ്പോഴേക്ക് നമ്മൾ മനുഷ്യനും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ മാനസികമായിട്ട് ആ പരമാത്മാവിൻ്റെ ചിന്തയിൽ തന്നെ മുഴുകിയിട്ട് അങ്ങോട്ടേക്ക് പോകും. അതിന് ഒരു ഗുരുവിൻ്റെ ആവശ്യവും ഇല്ല. ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. വിരക്തിയെല്ലാം വന്നിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് നോക്കുമ്പോൾ ഉപദേശിക്കാൻ ഈ ജ്ഞാനമുള്ള ഒരു ഗുരുവെ കിട്ടിയ അദ്ദേഹം പറഞ്ഞു തരും. നീ ഇനിയിപ്പം നിനക്ക് വിരക്തി വന്നിരിക്കുന്നു, നിനക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള സമയമായി, ഒരു കാര്യം ചെയ്യാം, ഈ വഴിയിലൂടെ വേദങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അതിലൂടെ അങ്ങ് പോകും എന്ന് പറഞ്ഞു തരും. പിന്നെ അത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞു തരാൻ പോകുന്നത്. എങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം. വേറെ ആളിൽ നിന്നൊന്നും കിട്ടാനൊന്നുമില്ല, ആർക്കും നമ്മളെ സഹായിക്കാനൊന്നും പറ്റില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് ആർക്കും ഒന്നും സഹായിക്കാൻ പറ്റില്ല. അവനവൻ തന്നെ ഉണർന്നുകൊണ്ട് പോകണം എന്നാണ് അടുത്ത ഭൃഗുവല്ലിയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് അടുത്തതിൽ കാണാം.